മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ അന്വേഷണം ഊർജിതമാക്കി ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സ്ഥലം സന്ദർശിച്ചു. അപകടരഹിതമായി വെടിക്കെട്ട് നടത്തുന്നതിനുള്ള ശുപാർശകൾ 6 മാസത്തിനകം സമർപ്പിക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലം ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സന്ദർശിച്ചു. അപകടം നടന്നത് തികച്ചും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണെന്ന് അദ്ദേഹം വിലയിരുത്തി. നിർമ്മാണ സ്ഥലത്ത് അഗ്നിശമന സംവിധാനങ്ങളോ വെള്ളം ഉപയോഗിച്ചുള്ള പ്രതിരോധ മാർഗങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു. പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചുകെട്ടിയ ഷെഡുകളിലാണ് നിർമ്മാണം നടന്നത്. വലിയൊരു തൊഴിൽ മേഖലയായതിനാൽ വെടിക്കെട്ട് പൂർണ്ണമായി നിരോധിക്കാനാകില്ലെന്നും വിമാനാപകടങ്ങൾ നടക്കുന്നു എന്ന് കരുതി വിമാനങ്ങൾ നിരോധിക്കാറില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ആകെ 43 പേരാണ് അപകട സ്ഥലത്തുണ്ടായിരുന്നത്. ഇതിൽ 27 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ ചികിത്സയിലാണ്. രക്ഷപ്പെട്ടവരുടെ മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. സ്പാർക്ക് ഉണ്ടായതായി പോലീസിന് ലഭിച്ച മൊഴി പരിശോധിക്കുമെന്നും അപകടരഹിതമായ വെടിക്കെട്ട് നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് 6 മാസത്തിനകം സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.